നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി മനുഷ്യൻ ചിന്തിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. വ്യാപാരി വ്യവസായി ക്ഷേമനിധിയിൽ നിന്നും നൽകി വരുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി. സ്ത്രീ വോട്ടവകാശ സമര പോരാളി എമിലി ഡേവിസൺ രക്തസാക്ഷി അനുസ്മരണ പരിപാടി ജൂൺ 8-ന് വേദി ഓഡിറ്റോറിയത്തിൽ നടക്കും. മീഞ്ചന്ത തിരുവച്ചേരിയിലെ ജൈവ വൈവിധ്യം തിരിച്ചുപിടിക്കാൻ ശുചീകരണത്തിന് തുടക്കം കുറിച്ച് പൃഥ്വി റൂട്ട്സ്. നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കോഴിക്കോട് കുതിരവട്ടം സ്വദേശി വി ശ്രീറാമിന് 123 റാങ്ക്. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി മനുഷ്യൻ ചിന്തിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവിനെ പകരം പ്രകൃതിയെ കാക്കാമെന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പ്രഖ്യാപനം നിർവഹിച്ചു. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി ചിന്തിക്കുക എന്നതാണ് പരിസ്ഥിതി സംരക്ഷണത്തിനായി മനുഷ്യൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ അനുഭവങ്ങളായി തീർന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പാരിസ്ഥിതിക ബോധത്തിന്റെ അഭാവമാണ്. ഒരു ചെടി ഒരു തണലാണ്. ബുദ്ധൻ ചെടിയുടെ താഴെ നിന്ന് ധ്യാനിച്ചപ്പോൾ ധ്യാനം കഴിയുന്നതുവരെ ആ മരത്തിന്റെ നിഴൽ ബുദ്ധന്റെ മേൽ തന്നെ നിന്നു. വൈകുന്നേരമാകുമ്പോൾ നിഴൽ മാറാതെ നമ്മുടെ ധാരണയുടെ മേൽ ഇങ്ങനെ അർത്ഥവത്തായ ഒരു നിഴലായി ഈ പ്രകൃതി ബോധമുണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് എഴുത്തുകാരനും പ്രഭാഷകനുമായ VT ജയദേവൻ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർ വരുൺ ഭാസ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഡോക്ടർ സിസ്റ്റർ നീത AC, ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, സെക്രട്ടറി സെഡ്ഡെ സൽമാൻ, ഷാജുഭായി ശാന്തിനികേതൻ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അഞ്ജലി മരിയ AC, ആഞ്ചലീന മരിയ റോഷൻ, അബിയിൽ ആൻ തോമസ്, ശ്രേയലക്ഷ്മി, സുമാപ്പള്ളിപ്പുറം, M ഷഫീഖ്, TK രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. നാടെങ്ങും ശോഭീന്ദ്ര വൃക്ഷം വച്ച് പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം പ്രൊഫസർ ശോഭീന്ദ്രന്റെ മക്കളായ ബോധികൃഷ്ണ, ധ്യാൻദേവ്, കൊച്ചുമക്കളായ ആദ്യ വൈദേഹി, അവനി മിത്ര എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. ജൂലി സെലീന, നിരഞ്ജന എന്നിവർ ശോഭീന്ദ്ര സ്മൃതി കവിതകൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്യാപാരി വ്യവസായി ക്ഷേമനിധിയിൽ നിന്നും നൽകി വരുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടുവട്ടം യൂണിറ്റ്. ജനറൽ ബോഡി യോഗത്തിലാണ് വ്യാപാരികളുടെ ആവശ്യം ഉയർന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടുവട്ടം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് നിരോധിച്ച ഒരു സംസ്ഥാനത്ത് ഗവൺമെന്റ് പറയുന്നു പ്ലാസ്റ്റിക് സംഭരിക്കാൻ കടയിൽ 2 പാത്രം വേണം. ഒന്ന് പൊതുജനങ്ങൾക്ക്, ഒന്ന് കച്ചവടക്കാർക്ക്. ഒന്ന് ജൈവമാലിന്യം, ഒന്ന് അജൈവ മാലിന്യം. ഒരു സ്റ്റുഡിയോ നടത്തുന്ന ആളുകൾക്ക് എത്രമാത്രം പ്ലാസ്റ്റിക് ഉണ്ടാവും? അങ്ങനെ പ്ലാസ്റ്റിക്കുമായി ബന്ധമില്ലാത്ത കടകൾക്ക് പോലും പ്ലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ഫൈൻ ഈടാക്കുന്ന ഒരു കിരാതനയുണ്ട്. ഇതെടുത്ത് കളയണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. 4-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് ചട്ടമെന്ന് പറഞ്ഞാണ് 30-ാം തീയതി വരെ, ജൂൺ 30-ാം തീയതി വരെ ലൈസൻസ് പുതുക്കുന്ന സമയം നമുക്ക് അനുവദിച്ചത്. ഈ ലൈസൻസ് പുതുക്കുന്ന സമയം ഏകദേശം തീരാറായി.
30-ാം തീയതിക്ക് മുമ്പ് ഗവൺമെന്റുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജൂൺ 10-ന് ശേഷമേ നിങ്ങൾ കേസ്മാർട്ടായാലും ഡയറക്റ്റ് ആയാലും പുതുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് നമ്മുടെ സംഘടനയിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരുകൾ ഇനിയും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് പി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അക്സ ഹനീഷ്, സിനാൻ അബ്ദുറഹിമാൻ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി. മണ്ഡലം പ്രസിഡന്റ് OP രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ സെക്രട്ടറി മുരളി ബേപ്പൂർ, ട്രഷറർ KP പ്രകാശൻ, മണ്ഡലം സെക്രട്ടറി K ബീരാൻ, അജ്മൽ, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷീദ്, ജോയിന്റ് സെക്രട്ടറി M കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു. അടുത്ത കമ്മിറ്റിയുടെ പ്രസിഡന്റായി P മോഹൻദാസിനെയും സെക്രട്ടറിയായി മുരളി ബേപ്പൂരിനെയും ട്രഷററായി P സുരേഷിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സ്ത്രീ വോട്ടവകാശ സമര പോരാളി എമിലി ഡേവിസൺ രക്തസാക്ഷി അനുസ്മരണ പരിപാടി ജൂൺ 8-ന് വേദി ഓഡിറ്റോറിയത്തിൽ നടക്കും. മഹിളാ ഫെഡറേഷൻ ദേശീയ നേതാവ് ആനി രാജ ഉദ്ഘാടനം ചെയ്യും. ബ്രിട്ടനിലെ വോട്ടവകാശ ചരിത്രം പറയുന്ന സിനിമ പ്രദർശിപ്പിക്കുമെന്നും തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം നേതാക്കൾ പറഞ്ഞു. ആനി രാജയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. സഫ്രഗേറ്റ് എന്ന് പറഞ്ഞ ഒരു സിനിമ, സഫ്രഗേറ്റിന് സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ഉള്ള പോരാട്ടത്തിന്റെ ഒരു ചരിത്രമാണ്. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ തുല്യ പ്രാതിനിധ്യത്തിന് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം. ബ്രിട്ടനിലെ സ്ത്രീ വോട്ടവകാശ സമരത്തിലെ ധീര രക്തസാക്ഷിയായ എമിലി ഡേവിസന്റെ രക്തസാക്ഷിത്വ ദിനമാണ് ജൂൺ 8. സ്ത്രീ വോട്ടവകാശത്തിന്റെ തുടർച്ചയാണ് സ്ത്രീകളുടെ പ്രാതിനിധ്യത്തിനുള്ള അവകാശവും എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഇതോടൊപ്പം വോട്ടവകാശ സമരചരിത്രം പറയുന്ന സിനിമയും പ്രദർശിപ്പിക്കും. ജൂൺ 8-ന് കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററിലെ വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആനി രാജ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ മാളവിക ബിന്നി എമിലി ഡേവിസൺ അനുസ്മരണ പ്രഭാഷണം നടത്തും. ലോകപ്രശസ്ത സിനിമയായ സഫ്രജറ്റ് ആണ് മലയാളം സബ് ടൈറ്റിലോടെ പ്രദർശിപ്പിക്കുകയെന്നും M സുൽഫത്ത്, K അജിത, വിജി പെൺകൂട്ട്, ജലജ മാധവൻ, സരിത തുടങ്ങിയവർ പറഞ്ഞു. അതായത് വനിതാ സംവരണ ബില്ല് നിയമമായെങ്കിലും അത് നടപ്പിലാകാതിരിക്കത്തക്ക രീതിയിലുള്ള ഉപാധികൾ വെച്ചിട്ടുള്ളത് കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ 33% സീറ്റുകളിലെങ്കിലും സ്ത്രീകളെ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെ പലതവണ കാണുകയുണ്ടായി. സ്ത്രീ നേതൃത്വങ്ങളെ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക പരിസ്ഥിതി ദിനത്തിൽ മീഞ്ചന്ത തിരുവച്ചറയിലെ ജൈവ വൈവിധ്യം തിരിച്ചുപിടിക്കാൻ ശുചീകരണത്തിന് തുടക്കം കുറിച്ച് പൃഥ്വി റൂട്ട്സ്. പരിസ്ഥിതി ദിനത്തിൽ മാത്രം പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോരാ, പകരം ദീർഘകാല പ്രവർത്തനങ്ങളാണ് പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യമെന്ന തിരിച്ചറിവിലാണ് സംഘടന. രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് പൃഥ്വി റൂട്ട്സ്. +1 വിദ്യാർത്ഥികൾ മുതൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സയന്റിസ്റ്റ്, മാധ്യമപ്രവർത്തകർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പൃഥ്വി റൂട്ട്സിലുണ്ട്. 2010 മുതൽ പരിസ്ഥിതി സാമൂഹ്യ സേവന രംഗത്ത് സജീവമാണ് സംഘടന. വയനാടൻ കാടുകളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന മഞ്ഞക്കൊന്ന എന്ന അധിനിവേശ സസ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ദൗത്യത്തിലാണ് കഴിഞ്ഞ മാർച്ച് മുതൽ പൃഥ്വി റൂട്ട്സ്. പരിസ്ഥിതി ദിനത്തിൽ മരം നടുക അല്ലെങ്കിൽ ശുചിയാക്കുക എന്ന 2 ഏകദിന പ്രവൃത്തികളിലേക്ക് മാത്രമായി ഒതുങ്ങുന്നതിന് പകരം വിവിധ ദീർഘകാല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പൃഥ്വി റൂട്ട്സ്. പരിസ്ഥിതി ദിനം മുതൽ മരം നടലിനും മഴ കൊയ്ത്തിനും സംഘടന നേതൃത്വം നൽകും. അതോടൊപ്പം തിരുവച്ചിറയുടെ ജൈവ വൈവിധ്യം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിനും തുടക്കമായി. തുടർച്ചയായ പ്രവർത്തനത്തിലൂടെ അധിനിവേശക്കാരനായ കുളത്തിലെ മത്സ്യത്തിനെയും പായലിനെയും ഒഴിവാക്കി ചിറ നവീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. സാധാരണയായി ഏകദിന പ്രവർത്തനത്തിൽ ഒതുങ്ങിപ്പോകുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് പകരം 2 പ്രവർത്തനങ്ങൾ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാണ് തിരുവച്ചിറയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. തിരുവച്ചിറയുടെ ജൈവസമ്പത്തിൻ്റെ പ്രധാന വെല്ലുവിളിയായി ഇപ്പോൾ നിലനിൽക്കുന്നത് ആഫ്രിക്കൻ മുഷിയാണ്. ആഫ്രിക്കൻ മുഷിയിൽ നിന്നും പൂർണ്ണമായിട്ടും വിമുക്തി നേടിയ ഒരു തിരുവച്ചിറ
അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഭൂമിയെ മറന്നുകൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കാൻ ഓടുന്നവർക്ക് മുന്നിലേക്ക് പൃഥ്വി റൂട്ട്സ് വെക്കുന്ന പ്രശ്നങ്ങൾ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകിടം മറിക്കാൻ കെൽപ്പുള്ളതാണ്. ദിനാചരണങ്ങൾ ആഘോഷങ്ങളാക്കാതെ പരിസ്ഥിതി പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഫലപ്രദമായി എത്തിക്കാൻ ശ്രമിക്കുകയാണ് പൃഥ്വി റൂട്ട്സ് എന്ന പരിസ്ഥിതി സംഘടന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ് പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്തുപാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്തുപാലം, കോഴിക്കോട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കോഴിക്കോട് കുതിരവട്ടം സ്വദേശി വി ശ്രീറാമിന് 123 റാങ്ക്. ദുബായിൽ ഫിനാൻസ് മാനേജറായ വിശ്വനാഥന്റെയും PNB ഉദ്യോഗസ്ഥ ശാന്തിയുടെയും മകനാണ്. ശ്രീറാമിന് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനുമോദനം ഒരുക്കി. പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് എഡ്യൂക്കേഷണൽ സർവീസസ് ലിമിറ്റഡിന്റെ കോഴിക്കോട് ബ്രാഞ്ചിലെ വിദ്യാർത്ഥിയാണ് വി ശ്രീറാം. 715 ശ്രീറാമിന്റെ സ്കോർ. ആകാശിലെ അധ്യാപകർ നൽകിയ പിന്തുണ വിജയത്തിൽ നിർണായകമായെന്ന് ശ്രീറാം പറഞ്ഞു. ടീച്ചേഴ്സ് വരെ അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ പറ്റിയത്. നമ്മൾ അക്കാഡമിക്സ് അത് കൂടാതെ തന്നെ നമ്മളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടാൻ ഒരു കാര്യവുമില്ല. നമ്മളുടെ തെറ്റുകൾ തിരുത്തി അടുത്ത പരീക്ഷയിൽ ഇനിയും നമ്മൾ മുന്നേറണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സപ്പോർട്ടും മോട്ടിവേഷനും തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രീറാമിനെ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ആകാശ് ബ്രാഞ്ച് മേധാവി വിനായക് മോഹൻ, ഏരിയ സെയിൽസ് മേധാവി K സംഷീർ, അക്കാഡമിക് മേധാവി L ദിവ്യ, അധ്യാപകരായ ലജിൻ P, ഷിജു E, ചൈത്ര M, മിർഷാദ് PP തുടങ്ങിയവർ പങ്കെടുത്തു. ആഗോളതലത്തിൽ ഏറ്റവും കഠിനമായി കണക്കാക്കുന്ന പ്രവേശന പരീക്ഷകളിലൊന്നാണ് നീറ്റ്. 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് 2024 നീറ്റ് പരീക്ഷ എഴുതിയത്. അവരുടെ മികച്ച നേട്ടം കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഒപ്പം മാതാപിതാക്കളുടെ പിന്തുണയുടേത് കൂടിയാണെന്നും ചീഫ് അക്കാഡമിക് ഹെഡ് ധീരജ് കുമാർ മിശ്ര പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച റംസാൻ നിലാവ് പങ്ക്തി ക്രോഡീകരിച്ച് പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രനിൽ നിന്നും സയ്യിദ് ഹാഷിം ശിഹാബ് തങ്ങൾ പുസ്തകം ഏറ്റുവാങ്ങി. ഇക്കഴിഞ്ഞ റംസാൻ മാസത്തിൽ മാതൃഭൂമി ദിനപത്രത്തിൽ ദിനംതോറും പ്രസിദ്ധീകരിച്ച റംസാൻ സന്ദേശങ്ങൾ റംസാൻ നിലാവ് ക്രോഡീകരിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ഫിസിക്സ് വകുപ്പ് മേധാവിയായ പ്രൊഫസർ വർഗീസ് മാത്യു തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. മാതൃഭൂമി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ, അറബിക് മ്യൂസിക് അക്കാദമി ചെയർമാൻ സയ്യിദ് ഹാഷിം ശിഹാബ് തങ്ങൾക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. നടക്കാവ് സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ച് വികാരി റവറൻ ഡോക്ടർ TI ജെയിംസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് റംസാൻ നിലാവ് എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് റംസാൻ നിലാവും വർഗീസ് മാത്യുവും തമ്മിലുള്ള ബന്ധമാണ് ഈ പുസ്തകത്തെ ഇത്രമാത്രം കാലിക പ്രസക്തിയുള്ളതാക്കുന്നത്. ഇവിടെ ഒരു മതം മാത്രമല്ല ഒരു റംസാൻ ആഘോഷം. ആഘോഷങ്ങൾ വൈവിധ്യമുണ്ടെങ്കിലും അത് ആഘോഷിക്കുന്നത് മനുഷ്യരാണ്. മനുഷ്യർ തമ്മിലുള്ള ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ചന്ദ്രേട്ടൻ പ്രസിഡന്റായിട്ടുള്ള മലബാർ ഇനീഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി എന്നൊരു പ്രസ്ഥാനം കോഴിക്കോട് ഇന്ത്യയിൽ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തകരാണ് ഇതിലെ ഞങ്ങൾ എല്ലാവരും തന്നെ. അതിന്റെ ഭാഗമായിട്ട് കൂടെ ഞാനിതിനെ കാണുകയാണ്. മതസൗഹാർദ്ദമാണ് മനുഷ്യനെ, മതത്തെക്കാളപ്പുറമായിട്ട് മനുഷ്യർ പരസ്പരമുള്ള സ്നേഹവും സൗഹാർദ്ദവും ഒക്കെയാണ് നമ്മെ ഭക്തരായിട്ടും ആത്മീയരായിട്ടും ജീവിപ്പിക്കുന്നത്. എല്ലാവിധമായുള്ള ഭാവുകളും നേരുന്നു. ഇതുപോലെ ഇനിയും പ്രവർത്തിക്കുവാൻ സാറിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൂർ മഠം ചന്ദ്രൻ, ആറ്റക്കോയ പള്ളിക്കണ്ടി, ഗ്രന്ഥകാരൻ പ്രൊഫസർ വർഗീസ് മാത്യു എന്നിവരും സംസാരിച്ചു. മതങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹവും സാഹോദര്യവും സമൂഹത്തിൽ പങ്കുവെക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പാണ് റംസാൻ നിലാവ് എന്ന പുസ്തകം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് MBR ക്യാൻസർ സെന്റർ അങ്കണത്തിൽ തേൻവരിക്ക തൈ നട്ടു. ഹോസ്പിറ്റൽ പ്രതിനിധികളും ബാങ്ക് സാരഥികളും ജീവനക്കാരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ MBR ക്യാൻസർ സെന്റർ അങ്കണത്തിൽ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് തേൻവരിക്ക തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ MBR ക്യാൻസർ സെന്റർ സെക്രട്ടറി ഡോക്ടർ MK മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ ബാങ്ക് ഡയറക്ടർ A. അബ്ദുൾ അസീസ്, ബാങ്ക് ജനറൽ മാനേജർ സാജു ജെയിംസ്, AGM രാകേഷ് K, MBR ക്യാൻസർ സെന്റർ ട്രഷറർ K. ജയേന്ദ്രൻ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ റബേക്ക ജോൺ, ബാങ്ക് ജീവനക്കാർ, MBR ക്യാൻസർ സെന്റർ ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MBR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ് പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാടും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MBR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ബ്രാഹ്മണ സഭ കോഴിക്കോട് യുവജന വിഭാഗവും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫിനാൻസ് അസോസിയേഷനും ചേർന്ന് പരിസ്ഥിതി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ഡോക്ടർ VP സുബ്രഹ്മണ്യൻ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പ്ലാന്റ്സ് അവർ പാഷൻ, താമരശ്ശേരി, ഹരിത കേരള മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാഘോഷങ്ങൾ നടത്തിയത്. കാഞ്ചി ശങ്കരാചാര്യ സൗജന്യ ക്ലിനിക്കിൽ വെച്ച് നടത്തിയ ആഘോഷങ്ങൾ ഡോക്ടർ VP ബാലസുബ്രഹ്മണ്യൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബുകൾ, സൗഹൃദമായ ഓഫീസ്, അങ്ങനെ എല്ലാറ്റിനും പരിസ്ഥിതി പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അത് എത്ര പേർ ആ പരിസ്ഥിതി സൗഹൃദമായി പെരുമാറുന്നുണ്ടോ എന്ന് കണ്ടറിയണം. ഏതായാലും ഈ അടുത്ത കാലത്തായി ഒരു 1975 അല്ലാതെ തോന്നുന്നു വേൾഡ് എൻവയൺമെന്റൽ ഡേ, ലോക പരിസ്ഥിതി ദിനം വേണമെന്ന ആശയം WHO ഉണ്ടായത്. അതുപ്രകാരമാണ് എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്.
പ്രസിഡന്റ് കൃഷ്ണനാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് നെല്ലിയോട്ട് ബഷീർ, KBS ജില്ലാ സെക്രട്ടറി KB ശിവാനന്ദൻ, യുവജന വിഭാഗം സെക്രട്ടറി KR വെങ്കിടാചലം, KBS വനിതാ വിഭാഗം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M കാമാക്ഷി, സംസ്ഥാന കമ്മിറ്റി അംഗം രുക്മിണി S, കാഞ്ചി ക്ലിനിക് ട്രഷറർ വെങ്കിടാദ്രി VK, തളി സമൂഹം പ്രസിഡന്റ് ധർമ്മരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വൃക്ഷത്തൈകൾ പരിപാടികൾക്ക് വന്നവർക്കും ചാലപ്പുറം NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉഷ്ണമേഖല ജൈവ വൈവിധ്യത്തെ അധികരിച്ചുള്ള ട്രോപ്പിക്കൽ ബയോ സമ്മിറ്റ് 2024 ജൂൺ 8-ന് ഫറൂഖ് കോളേജിൽ ആരംഭിക്കും. ഡോക്ടർ താരിഫ അൽസാബി ഉദ്ഘാടനം ചെയ്യും. കോൺഫറൻസ് ജൂൺ 10-ന് സമാപിക്കും. ഒരു ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്ന ഉഷ്ണമേഖല ഭൂപ്രദേശങ്ങളിലെ നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ആയത്തിലുള്ള വിവരങ്ങൾ കൈമാറാനും അവിടെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഇക്കോളജിയുടെയും എൻവയോൺമെന്റൽ ഇഷ്യൂസിന്റെയും ഒക്കെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിന്റെ പോളിസികളെ ഡിസ്കസ് ചെയ്യാനും ഭാവിയിൽ ഇതൊരു ട്രോപ്പിക്കൽ കൺട്രികൾ മാത്രം ഉൾക്കൊള്ളുന്ന ടെമ്പറേറ്റോ സബ് ട്രോപ്പിക്കലോ തീർച്ചയായിട്ടും ഇല്ലാത്ത ട്രോപ്പിക്കൽ രാജ്യങ്ങളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടിനാഷണൽ ട്രീറ്റി ആയിട്ട് ഉടമ്പടി കരാറായിട്ടൊക്കെ മാറേണ്ട ഒരു പ്രോഗ്രാമിന്റെ തുടക്കമാണ് ഫറൂഖ് കോളേജിൽ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ പേര് ട്രോപ്പിക്കൽ ബയോ സമ്മിറ്റ് എന്നാണ്. ഫറൂഖ് കോളേജിലെ സുവോളജി PG ഗവേഷണ വിഭാഗവും സെന്റർ ഫോർ ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി സഹകരിച്ച് അന്താരാഷ്ട്ര സമ്മേളനം ട്രോപ്പിക്കൽ ബയോ സമ്മിറ്റ് 2024 ജൂൺ 8 മുതൽ 10 വരെ ഫറൂഖ് കോളേജിൽ സംഘടിപ്പിക്കും. എമിറാത്തി ശാസ്ത്രജ്ഞ ഡോക്ടർ താരിഫ അൽസാബി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഉഷ്ണമേഖല ജൈവ വൈവിധ്യ മേഖലയെ അഭിസംബോധന ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടിയിൽ പ്രമുഖ ദേശീയ അന്തർദേശീയ ശാസ്ത്രജ്ഞർ പ്രബന്ധങ്ങളും ഗവേഷണങ്ങളും അവതരിപ്പിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വളരെ പ്രശസ്തരായ എൻവയോൺമെന്റൽ സയന്റിസ്റ്റുകള്, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റുകള്, അഗ്രികൾച്ചർ സയന്റിസ്റ്റുകള്, ബയോടെക്നോളജിസ്റ്റുകൾ ഒക്കെയാണ് നമ്മുടെ പാനലിൽ ഓൺലൈൻ ഒരു ഹൈബ്രിഡ് മോഡ് പ്രോഗ്രാമാണ്. അതിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഈ പ്രോഗ്രാമിലോട്ട് വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പറയഞ്ചേരി LP സ്കൂൾ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. ടിയാറ ഹോട്ടൽ ഡയറക്ടർ ജമീൽ സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് LP സ്കൂൾ പറയഞ്ചേരിയിൽ ടിയാറ ഹോട്ടലിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വൃക്ഷത്തൈകൾ നട്ട് ഡയറക്ടർ ജമീൽ, ഹെഡ്മിസ്ട്രസ് റീന എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ചീഫ് എഞ്ചിനീയർ രാകേഷ് VP, അനൂപ് C, കണ്ണോത്ത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മനുഷ്യ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് പകരം പരിസ്ഥിതി കേന്ദ്രീകൃതമായി മനുഷ്യൻ ചിന്തിക്കണമെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ. വ്യാപാരി വ്യവസായി ക്ഷേമനിധിയിൽ നിന്നും നൽകി വരുന്ന തുച്ഛമായ വാർദ്ധക്യ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി. സ്ത്രീ വോട്ടവകാശ സമര പോരാളി എമിലി ഡേവിസൺ രക്തസാക്ഷി അനുസ്മരണ പരിപാടി ജൂൺ 8-ന് വേദി ഓഡിറ്റോറിയത്തിൽ നടക്കും. മീൻചന്ത തിരുവച്ചേരിയിലെ ജൈവ വൈവിധ്യം തിരിച്ചുപിടിക്കാൻ ശുചീകരണത്തിന് തുടക്കം കുറിച്ച് പൃഥ്വി റൂട്ട്സ്. നീറ്റ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ കോഴിക്കോട് കുതിരവട്ടം സ്വദേശി B ശ്രീറാമിന് 123 റാങ്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.